ഏറ്റവും കൂടുതൽ ട്വിസ്റ്റ് ഇപ്പോൾ നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അനുനിമിഷം അവിടുത്തെ രാഷ്ട്രീയം മാറി മറിയുകയാണ്. ഇതുവരെ നടന്ന സർവേകളിലെല്ലാം വലിയ മുൻതൂക്കം തന്നെ തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജിക്ക് പറഞ്ഞിരുന്നു. അതിനുശേഷം വന്ന സർവേകളിൽ പറയുന്നത് ഏതാണ്ട് മമതാ ബാനർജിയും ബി ജെ പിയും പഴയ സീറ്റ് നില, അതായത് 18 സീറ്റായിരുന്നു ബി ജെ പിക്ക് പശ്ചിമ ബംഗാളിലുണ്ടായിരുന്നത്, 22 സീറ്റ് മമതാ ബാനർജിക്കും ഉണ്ടായിരുന്നു, 42 സീറ്റാണ് ലോക്സഭാ സീറ്റാണ് പശ്ചിമ ബംഗാളുള്ളത്. അല്ലെ ഇപ്പോൾ പുതിയതായി പുറത്തു വരുന്ന സർവേ ഫലത്തിൽ പറയുന്നത് ബി ജെ പി വലിയ മുന്നേറ്റം തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കും. 25 സീറ്റ് ബി ജെ പി നേടും എന്നാണ് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ 17 സീറ്റിലേക്ക് തൃണമൂൽ കോൺഗ്രസ് കൂപ്പുകുത്തും എന്ന് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ഒന്ന്, ഈ അടുത്ത സമയങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ അഴിമതി, അവരുടെ മന്ത്രിമാരും നേതാക്കളുമാരും അടക്കം ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, തൊടുന്നിടത്തെല്ലാം അഴിമതി നടമാടുന്നു, ഗുണ്ടായുസം നടമാടുന്നു. സന്ദേശ് ഖാലി പോലുള്ളിടത്ത് സ്ത്രീകളെ കൂട്ടമായി തന്നെ മാനഭംഗപ്പെടുത്തുകയും അവരെ ചവിട്ടിമതിക്കുകയും അവരുടെ വസ്തുവകൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്നൊരു കാര്യം. ഇതിലൊക്കെ ഉയർന്നിരിക്കുന്ന വലിയ പ്രതിഷേധം, അതായത് മമതയുടെ ഗുണ്ടായുസത്തിലും അഴിമതിയിലുമൊക്കെ മനംമടുത്ത ജനമാണ് എൻ ഡി എക്ക് വോട്ട് ചെയ്തത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത് ഒരു വലിയ പരിധിവരെ ബി ജെ പിയുടെ സീറ്റ് ഉയരാൻ കാരണമായിട്ടുണ്ട്. കാരണം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ ഈ പൗരത്വ നിയമം നടപ്പാക്കുന്നുണ്ട് ഗുണഭോക്താക്കളായിട്ടുള്ളത്. ലക്ഷക്കണക്കിന് പേരുണ്ട്. മധുവ സമുദായമൊക്കെ വലിയ രീതിയിലുള്ള പശ്ചിമ ബംഗാളിൽ അത് ബി ജെ പിക്ക് വലിയ മേൽക്കൈ നേടിക്കൊടുക്കുന്നു എന്ന് പറയുന്നത്. ബി ജെ പി പശ്ചിമ ബംഗാളിൽ ഏതാണ്ട് 25 സീറ്റ് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് 17. അങ്ങനെയെങ്കിൽ മമതയുടെ നാളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ജീവിതം എണ്ണപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.